ഇന്ന് ഞാൻ എന്റെ കുറച്ച് കുട്ടികളെയും കൂട്ടി ചെന്നൈക്ക് പോവാണ്. റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നേരത്തെ തന്നെ എത്തിയോണ്ട് കുറെ ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണാൻ പറ്റും. ചെക്കന്മാരപ്പത്തിനോട് ഫോട്ടോ പോസിംഗ് ഒക്കെ തുടങ്ങിയിട്ട് എങ്ങനെയൊക്കെ പോലെ മോഡലുകൾ അറിയോ. ഇപ്പത്തെ മോഡലിനനുസരിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ ക്യാമറയ്ക്ക് നോക്കാൻ പാടില്ല. എത്ര പടച്ചോൻക്ക് അറിയാം എങ്ങനെ ഇനി എന്തൊക്കെ കാണണം. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിൻ വന്ന് ട്രെയിനിന്റെ ബാക്ക് ഭാഗം ഇവിടെ നിർത്തുള്ളൂ. പക്ഷെ മുമ്പേ നിർത്താൻ വേണ്ടി ഞങ്ങൾ കുറെ കയ്യാട്ടി നോക്കി. ഞാൻ കയ്യാട്ടിയപ്പോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്റെ അവിടെ ഉള്ളവരൊക്കെ പാടെ കയ്യാട്ടി. ഇത് കയ്യാട്ടിട്ട് എന്താ ഡ്രൈവർക്ക് ഒരു കരുണില്ല. അയാൾ ഒരു ഓണടിച്ച് നേരെ പോയി അവസാനം ഇവിടെ ബാക്ക് തന്നെ നിർത്തി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ട്രെയിനിൽ കയറി. ജനറലിൽ നിന്ന് ട്രെയിനിന്റെ ഉള്ളിൽ കയറിയപ്പോ എന്താണ് അവസ്ഥ, എന്തൊരു തിരക്കേറി, ഭയങ്കര തിരക്ക്. ഇന്ത്യയിലെ പ്രമുഖ 2 സിറ്റികളായ കോഴിക്കോടിനെയും ചെന്നൈനെയും ബന്ധിപ്പിക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാ. അതിന്റെ ഇടയിൽ സുഖമായി കടന്നുറങ്ങുന്ന ഒരു കുട്ടീനെ ഞാൻ കുറെ നേരം നോക്കി. നല്ല രസമുണ്ടായത് കാണാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അത് ഇരട്ട കുട്ടികളായിരുന്നു. അങ്ങനത്തെ 2 കുട്ടികളുണ്ട്. ഓലെ വാപ്പാനും മാനൊക്കെ ഞങ്ങൾ പരിചയപ്പെട്ടു. കോഴിക്കോട്ട് നിന്ന് ചെന്നൈക്ക് 12 മണിക്കൂറാണ് യാത്ര. അപ്പൊ നീണ്ടൊരു യാത്രയ്ക്ക് ശേഷം ചെന്നൈ എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ നിൽക്കായിരുന്നു. അപ്പോഴാണ് അപ്പുറത്ത് കൂടെ വേറെ ട്രെയിൻ പാസ് ചെയ്ത്. നമ്മൾ ട്രെയിനിന്റെ അപ്പുറത്ത് കൂടെ വേറെ ട്രെയിൻ പോവുകയാണെങ്കിൽ അയിമക്ക് നോക്കിക്കാൻ നല്ല രസമാട്ടോ, നല്ല സ്പീഡായിരിക്കും. അങ്ങനെ ഒരുപാട് സ്റ്റേഷനുകൾ കഴിഞ്ഞുപോയി. ഞങ്ങൾ പ്രതീക്ഷിച്ച സ്ഥലത്ത് സ്വപ്ന നഗരം ചെന്നൈ. ചെന്നൈ എന്നുള്ള ബോർഡ് എത്ര തെരഞ്ഞിട്ടും കാണില്ല. ഇവിടെ പൂരാച്ചി തലവർ എന്ന് എഴുതിയിട്ടുണ്ടാവുക. റെയിൽവേ സ്റ്റേഷൻ അവസാനിക്കുന്ന സ്ഥലം കണ്ടോളൂ. ഇവിടുന്ന് ഞങ്ങളുടെ ട്രാക്കില്ല. തമിഴന്മാര് നമ്മളെ നാട്ടിൽ സ്റ്റേഷനിൽ ഉറങ്ങണോ നിലത്തുറങ്ങണോ ഒക്കെ നമുക്കറിയാം. പിന്നെ ഓല നാട്ടിൽ പോയാൽ പറയണ്ടല്ലോ, കുറെ ആള് നിലത്തുറങ്ങുന്നുണ്ട്. കൊതുക് വാലിയും സെറ്റപ്പും എല്ലാ സെറ്റപ്പോടും കൂടി. ചിലവരിടത്തൊക്കെ ഈ ചെറിയൊരു ടേബിൾ ഫാൻ ആയിരിക്കത്തെ ചെറിയൊരു ഫാനൊക്കെ ഉണ്ടാവും. കൊതുക് വാലിന്റെ ഉള്ളിൽ വെച്ച് എല്ലാവരും അടിപൊളിയായി ഉറങ്ങുന്നുണ്ട്. ഇവിടുത്തെ ഒരു സ്ഥിരം പതിവുണ്ട്. നാളെ കൂടുതൽ ചെന്നൈ വിശേഷങ്ങളുമായി കാണാം. മഅസ്സലാമ.